മഹാഗുരുശരണം. ഇന്ന് മാർച്ച് 6 ഞായറാഴ്ച, രാമനവമി ദിവസം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്നലെ കുറച്ചധികം വീഡിയോ ഇട്ടു, 3-4 വീഡിയോ ഇട്ടു. അപ്പോൾ കുറേയധികം പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ശനീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായ മാറ്റങ്ങൾ വരുത്തിയാൽ ശനീശ്വരൻ തീർച്ചയായിട്ടും ശനീശ്വരൻ്റെ അനുഗ്രഹം കിട്ടും. അതിന് പീരീഡ്സ്, കുല, വാലായ്മ ഒന്നും ബന്ധമില്ല. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് പീരീഡ്സിൻ്റെ സമയത്ത് ചെയ്യാവോ എന്താണ് കാര്യം. ആഹാരത്തിലുള്ള നിയന്ത്രണമാണ്. ക്ഷേത്രം ഇതൊന്നും ഞാൻ അത്ര ഇതായിട്ട് പറയുന്നില്ല. പോകുന്നവർ പോവുക കേട്ടോ, അതിനൊന്നും എതിർപ്പില്ല. നമ്മൾ ചെയ്യേണ്ട നമ്മുടെ നല്ല നടപ്പ്, നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ആഹാരത്തിലും എല്ലാം ആ ഒരു ചിട്ടകൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ശനീശ്വരൻ്റെ അനുഗ്രഹം ജീവിതത്തിലുണ്ടാകും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ട് സ്റ്റാറ്റസ് വരുന്നത് ഞാൻ ഇട്ട് തുടങ്ങി. കുറേയധികം പേരാൾ ഇത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുറേയൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് വായിച്ചത് ഒക്കെ ഉത്തമം എന്നുള്ളതും അതിൽ കുറച്ച് പേഴ്സണലായിട്ടുള്ള ഭാഗങ്ങൾ ഇല്ലാത്തത് സ്റ്റാറ്റസിൽ ഇടും. അപ്പോൾ ആരെങ്കിലും സ്റ്റാറ്റസിൽ ഇടരുതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇടും കേട്ടോ. അതും പറയാം. അപ്പോൾ അതൊന്നും ആരും അങ്ങനെ പറയണ്ട. അങ്ങനെയാണെങ്കിൽ മെസ്സേജ് ചെയ്യാണ്ടിരുന്നാൽ പോരെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൽപ്പം തിരക്കായിരിക്കും. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പ് പറഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകിട്ട് വരെ അല്പം തിരക്കായിരിക്കും. പക്ഷേ മെസ്സേജ് ചെയ്യുക, വിളിച്ചാൽ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ചിലർ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോ കോളിലായിരിക്കും, അല്ലെങ്കിൽ വേറെ കോളിലൊക്കെ സംസാരിക്കുമ്പോൾ ചിലരുടെ കോള് വന്നിട്ട് കട്ടാകുന്ന കാണാം. അപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ ആര് വിളിച്ചാലും ഫോൺ എടുക്കും. അത് ഒരു സത്യമാണ്, അതെല്ലാവരോടും പറയുന്നത്. അപ്പോൾ വിളിക്കുമ്പോഴത്തേക്കും ബെല്ലടിക്കുന്ന സാർ എടുക്കുന്നില്ലല്ലോ എന്ന് ആൾക്കാർക്ക് വിചാരിക്കും. പക്ഷേ സംഭവിക്കുന്നതാണ്, വീഡിയോ കോൾ ചെയ്യുമ്പോൾ പോലും കോൾസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ പറ്റില്ല. അവരോട് സംസാരിക്കുകയായിരിക്കും. അങ്ങനെയായിരിക്കും. ചിലർക്ക് ബ്ലസ് ചെയ്യാനായിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ പോലും ആ സമയത്തും കോളിൻ്റെ ആ ബി സൗണ്ട്, കണ്ണടച്ചിരിക്കുകയാണ് പക്ഷേ സൗണ്ട് കേൾക്കാം. പിന്നെ ഇന്നലെ ശ്രീമതി അനൂപിൻ്റെ അനുഭവങ്ങൾ ഇട്ടു. അപ്പോൾ അനൂപ് പറയുന്നുണ്ട് ജൂൺ തൊട്ടാണ്, എനിക്ക് തന്നെ അറിയില്ല എന്ന് തൊട്ട് വന്നു. അപ്പോൾ ആദ്യമൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറിയെന്ന് ആരുടെ എക്കുകയല്ല. കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും പലയിടത്ത് പോകുന്നു, പല കടകളിൽ പോകുന്നു. അപ്പോൾ ഈ കടയിൽ ഒന്ന് കയറി നോക്കാമെന്നുള്ള മനോഭാവം കാണും. അപ്പോൾ എനിക്ക് ഓക്കെ അതെടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെതായ ഉപാസനകളിൽ നിന്ന് അത് കിട്ടിയാൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ ദൈവാധീനം കൊണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹം, പിന്നെ ഉപാസനാമൂർത്തികളുടെ ആ അനുഗ്രഹവും ഇതും ഉള്ളത് കൊണ്ട് അവരുടെ കാര്യങ്ങളിൽ നിവൃത്തികൾ വരാറുണ്ട്. അതാണ് അനുവിൻ്റെ കാര്യത്തിലല്ല, കുറേ അധികം ആൾക്കാരുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ട്. അനു വീഡിയോ ചെയ്യാൻ തയ്യാറായി. ഓക്കെ, അത് ഇന്നലെ ഇട്ടു. ബാക്കിയുള്ളവരും ചിലർ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അത് സമയാസമയം അത് ഏതെങ്കിലും ചാനലുകളിലോ അല്ലെങ്കിൽ എൻ്റെ ഇതിലോ വന്നിരിക്കും. അത് പിക്ചർ അഭി ബാക്കി ഹേ ദോസ്ത് എന്ന് പറഞ്ഞ പോലെ അത് സസ്പെൻസ് കേട്ടോ. ഞാൻ പോകുന്ന ചാനലുകൾ ഫോളോ ചെയ്യുക, അത് മാത്രമേ പറയാനുള്ളൂ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ പലരും ഇത് ചെയ്യുമ്പോൾ ഒന്ന് ഇത് ചെയ്യാം. എല്ലാവരും പേര്, സ്ഥലം, വയസ്സ് ഉണ്ടെങ്കിൽ വയസ്സ്, പിന്നെ ഇപ്പം നിൽക്കുന്ന എവിടെ, എന്ത് വന്നാലും എൻ്റെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തും. അത് ചെയ്യാം. പ്രാർത്ഥനകളോട് ചേർന്നാണ്, എൻ്റെ രീതികൾ വേറെയാണ് കേട്ടോ, അത് ഉൾപ്പെടുത്തും. അല്ലാണ്ട് ചിലരെ വിളിക്കാനോ അല്ലെങ്കിൽ ജാതകം നോക്കാനോ ഒക്കെ, ഞാൻ ജ്യോതിഷ പണ്ഡിതനല്ല, പിന്നെ ഒരു ഇൻഡ്യൂഷൻസ് വെച്ചാണ് ജാതകം നോക്കണം. എന്നെ ഗുരു പഠിപ്പിച്ചിരിക്കണ ഒരു ജാതകം കയ്യിൽ കിട്ടിയാൽ ചില ടെക്നിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് അവരുടെ എന്താണ് പ്രോബ്ലം, ഇപ്പം എന്താണ് പ്രോബ്ലം എന്നറിയാം, അതിന് പ്രതിവിധി പറഞ്ഞു കൊടുക്കുക. അത് പക്ഷേ സാധാരണ പ്രഗത്ഭരായ ജ്യോതിഷരികൾ പറയുന്നതായിരിക്കില്ല ഇത്. കാര്യം സൊല്യൂഷൻസ് മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ, പ്രോബ്ലംസ് പറയാൻ അറിയില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ആ സമയത്ത് എന്താണോ ആ സൊല്യൂഷൻ, ആ ഒരു മെഡിറ്റേഷൻ ധ്യാനത്തിൽ ഗുരു പറഞ്ഞതിന് ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഉപാസനാമൂർത്തികളെ ഒന്ന് മന്ത്രിച്ച് കഴിഞ്ഞിട്ടിരുന്നാൽ അത് വിത്തിൻ മിനിറ്റ്സ് അത് സൊല്യൂഷൻ കിട്ടും. അത് പലരോടും പറയാറുണ്ട്. അപ്പോൾ ചിലരോട് പറയാറുണ്ട്, നിങ്ങൾ ജാതകം അയക്കൂ, വാട്സാപ്പിൽ ജാതകം അയച്ചിട്ട് കോള് ചെയ്യുമെന്ന് പറയാറുണ്ട്. എന്നിട്ട് അപ്പോൾ കിട്ടണ ഇതിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അത് അത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. അതിൽ ഞാൻ ഒരു നിമിത്തം മാത്രമാണ്, എൻ്റെ കഴിവല്ല. എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം, ഗുരുപരമ്പരകളുടെ അനുഗ്രഹം, അതുപോലെ ഉപാസനാമൂർത്തിയുടെ കാരുണ്യം കൊണ്ടാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബദേവത, നിങ്ങളുടെ ഗ്രാമദേവത, ഇഷ്ടദേവത, നിങ്ങളുടെ പിതൃക്കന്മാർ, അവരുടെയൊക്കെ ആ ഒരു കാരുണ്യം, കടാക്ഷം കൊണ്ടാണ് എന്നിലേക്ക് എത്തപ്പെടുന്നതെന്ന് ആണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അപ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതിന് ഞാനൊരു നിമിത്തമായി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അല്ലാണ്ട് എൻ്റെ വലിയ കഴിവൊന്നുമല്ല അത്.
പിന്നെ വേറെ എന്താണ്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായർ എന്ന് പറഞ്ഞാൽ ആദിത്യൻ്റെ ഇതാണ്. ആദിത്യൻ ആത്മകാരകനും പിതൃകാരകനുമാണ്. അപ്പോൾ ഈ ആത്മകാരകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് ഓരോ സമയത്ത് ഓരോ ജന്മങ്ങൾ എടുക്കാൻ തീരുമാനിക്കും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സപ്ലികൾ കാണും. പല കാര്യം ബോധതലത്തിൽ വന്നിട്ട് നമ്മൾ പലത് ചെയ്യും. ശ്രീനിവാസ പൈ, ഞാൻ ഹിന്ദു ആണ്, ഞാൻ ഗൗഡസാരസ്വ ബ്രാഹ്മണനാണ്, ഞാൻ ഭാരതീയനാണ്, പാകിസ്ഥാൻകാരെ കണ്ട രണ്ട് പറയണം, അല്ലെങ്കിൽ അത് കണ്ട രണ്ട് ബംഗ്ലാദേശുകാരനെ കണ്ടാൽ പറയണം, അല്ലെങ്കിൽ ചൈനക്കാര്, അത് ബൂർഷയാണ്. അത് ആ മനോഭാവം മാറ്റുക. നമുക്ക് ഈ ശരീരം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെതായ ഇത് ചെയ്യുക. പക്ഷേ ഒരു ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ച് ജോലി ചെയ്യേണ്ടി വരും. നമ്മൾ ഭാരതീയനാകുമ്പോൾ ഭാരതനാകേണ്ടതിൻ്റെ അഭിമാനം നമുക്ക് വേണം. അതനുസരിച്ച് നമ്മൾ ഭാരതം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിറ കൈകളോടെ വളരെ സൗഹാർദ്ദത്തോടെ സ്വീകരിക്കുന്നവരാണ്. അവർ വന്നേ നമ്മളെ ഭരിക്കുകയും പാരവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർമ്മിക അവർ കൊണ്ടുപോട്ടെ. മതമായാലും ദേശങ്ങളായാലും കാർമ്മിക കൊണ്ടുപോട്ടെ. ഇന്നത്തെ ബ്രിട്ടന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം. ഒരു കാലത്ത് ഭൂമി കംപ്ലീറ്റ്, ഭൂമിയുടെ ഭാഗവും അധിനിവേശപ്പെടുത്തി ഭരിച്ച് ബ്രിട്ടനിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാം. അപ്പൊ കാർമ്മിക് എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ അധിപതി ശനീശ്വരനാണ്. അത് അദ്ദേഹം അതിൽ ചെയ്യും. ഇന്നൊന്ന് പറയാം. രാമനവമി എൻ്റെ ഗുരു പറഞ്ഞ ഇത് വെച്ച് ഞാൻ പറയുകയാണ്. മഹാവിഷ്ണു പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. ഓക്കെ, അവിടം വരെ എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് എടുത്തതാണ് വാമനം, പൊക്കം കുറഞ്ഞ മനുഷ്യൻ. ഈ വാമനൻ മൂർത്തി എടുത്തത് ശരിക്ക് മഹാബലിക്ക് മോക്ഷം കൊടുക്കാനാണ്. കാര്യം പ്രഹ്ലാദന്റെ പൗത്രനാണ് മഹാബലി. അപ്പം മഹാബലിക്ക് മോക്ഷം കൊടുക്കാനാണ് ഈ വാമനന്റെ ഇതെടുത്തത്. നമ്മൾ സാക്ഷരത കൂടുതലുള്ള മലയാളികൾ പറയും രാവണന്റെ വാമനൻ മഹാബലിയുടെ തലയിൽ കാലി വെച്ചിട്ട് പാതാളത്തിൽ ചവിട്ടി താഴ്ത്തി ബൂർഷ, മൂരാച്ചി, വാമനൻ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ തലയിൽ കാല് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുപരമ്പരകളുടെ ഒരു രീതിയാണത്. എന്ന് പറഞ്ഞാൽ പുള്ളിയിലേക്ക് സർവ്വ അനുഗ്രഹവും ചൊരിയുകയാണ്. അല്ലാണ്ട് അത് ശരിക്കും കാലിൻ്റെ തള്ളവരലാണ് അവരുടെ ഉച്ചയിൽ തൊടുന്നത്. ഇത് ആ ഒരു സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാർക്ക് ഇതറിയാം. ഇപ്പോൾ വളരെ കുറച്ച് ഗുരുക്കളെ ഇത് ചെയ്യാറുള്ളൂ. ഇപ്പോൾ കാൽ കഴുകി ചൂട്ടെന്ന് പറഞ്ഞാൽ തന്നെ കുറേയധികം എന്താണെന്ന് അറിയാണ്ട് കുറേയധികം വിമർശനം വരുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ചെറിയത് കേൾക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ESPയുടെയും വാക്കിൻ്റെയും താഴെ വന്ന് കമൻ്റ് ഇടുന്ന കമൻറ്റേശ്വരന്മാരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വാമനൻ്റെ സമയത്ത് അർദ്ധസത്യം വാമനൻ പറഞ്ഞു, എനിക്ക് ഇരിക്കാനായിട്ട് 3 അടി മണ്ണ് വേണം. അപ്പോൾ ശുക്രാചാര്യർക്ക് മനസ്സിലായി ഇതൊരു ട്രാപ്പാണെന്ന്. അപ്പോൾ മഹാബലിക്കും മനസ്സിലായി ഇത് എനിക്ക് ഉള്ള ടിക്കറ്റാണ്. എനിക്ക് വിഷ്ണുവിൻ്റെ സുതലോ ഏതോ ഇതിലാണ് ഉള്ളത്, അത് ഏതൊക്കെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്കുള്ള ടിക്കറ്റാണ് ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു. 3 അടി എന്ന് പറഞ്ഞപ്പോൾ പാതാളം, ഭൂമി, ആകാശം അങ്ങനെ അല്ല ഭൂമിയിലും പാതാളം എന്തോ കാല് വെച്ചു. മൂന്നാമത്തത് ഇദ്ദേഹത്തിന്റെ തല കാണിച്ചു എന്നാണ് പറയണത്. അപ്പോൾ വാമനൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞ് മഹാബലി ചക്രവർത്തിയുടെ അടുത്ത് പോയ വാമനൻ പിന്നെ പരശുരാമൻ ആയിട്ട് അംശാവതാരം, പൂർണ്ണമെന്ന് പറയാൻ പറ്റില്ല, കാര്യം ശൈവാംശം ഉണ്ടെന്നാണ് പറയണം പരശുരാമനിൽ. അതെന്തോ ആട്ടെ, അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. എൻ്റെ ഗുരു പറഞ്ഞതാണ് പറയുന്നത്. പരശുരാമൻ ഇപ്പോഴും ചിരഞ്ജീവിയിലുള്ള ആളാണ്. ഓക്കെ, ഇപ്പോഴും പലരും അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർ പരസ്യമായിട്ടൊന്നും പറയില്ല. അത് കഴിഞ്ഞിട്ട് ശ്രീരാമന്റെ അവതാരം എടുത്തു മഹാവിഷ്ണു. മഹാബലിയോട് 3 അടി ചോദിച്ച മഹാവിഷ്ണു ശ്രീരാമാവതാരത്തിൽ എത്ര അടി ചവിട്ടി നടന്നു? പുണർത നക്ഷത്രത്തിൽ ജനിച്ചു. കർക്കടകത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഉച്ചൻ ഇത് നിൽക്കുമ്പോൾ ജനിച്ചു. ചെറുപ്പകാലത്ത് തന്നെ 14 വർഷം വനവാസം. ഈ വനവാസം കംപ്ലീറ്റ് ഓരോ അടിവെച്ചാണ് ശ്രീരാമചന്ദ്രൻ പോയത്. ലങ്കയിൽ നിന്ന് മാത്രമാണ് തിരിച്ച് അയോധ്യയിലേക്ക് പുഷ്പവിമാനത്തിൽ പോണത്. അയോധ്യയിൽ നിന്ന് ശ്രീലങ്ക വരെയും ഓരോ കാൽ ചുവടുകൾ വെച്ചാണ് ശ്രീരാമ ഭഗവാൻ പോയത്. അത് മനുഷ്യനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. നീ എന്ത് ചെയ്തോ, ഏത് ജന്മത്ത് ചെയ്തോ അതിൻ്റെതായ ഓരോ എണ്ണി നീ കണക്ക് പറയേണ്ടി വരും. കാർമിക് എഫക്റ്റ്. ഇത് എത്ര ആചാര്യന്മാർ ഇത് പറയാറുണ്ടെന്ന് അറിയില്ല. ഇന്നത്തെ മെഡിറ്റേഷനിൽ ആ ഒരു ഇത് കിട്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈശ്വരൻ പോലും ഇപ്പൊ ശ്രീകൃഷ്ണാവതാരത്തിൽ പോലും എന്തൊക്കെയാണോ അതിൻ്റെ ഒരുമാതിരി കാർമികം കംപ്ലീറ്റ് തീർത്തിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ അവതാരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നത്. മനസ്സിലായ?
പക്ഷേ ശ്രീരാമചന്ദ്ര ഭഗവാൻ അവസാന നിമിഷം വരെ ആ ഒരു വിവാദങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു കാർമിക് എഫക്റ്റിൽ ജീവിച്ച മനുഷ്യരായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം പറയുകയാണ്. കാര്യം അതിൻ്റെ ഇടയ്ക്ക് ഒരാളുടെ കമന്റ് കണ്ട് ശനീശ്വരൻ രാവണന്റെ കാലത്താണോ ശനീശ്വരന്റെ കാലഘട്ടം എന്ന് ചോദിച്ചു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ESP പാരാനോർമലിലാണ് പറഞ്ഞത്. അതിന്റെ താഴെയാണ് ആരോ കമന്റ് ഇട്ടിരിക്കുന്നത്. രാവണൻ എന്ന് പറയുന്ന ഭയങ്കര ആത്മീയമായിട്ട് വളരെ ഉന്നതിയിലുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രന് രാവണനെ പൂട്ടാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ട്. ആത്മീയമായിട്ടും ആയോധനയിലും വളരെയധികം കഴിവുകളുള്ള കാര്യം. ദേവനെക്കാളും കൂടുതൽ ശക്തരായ ഭക്തരുണ്ടാകാറുണ്ട്. ദേവനെക്കാളും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹനുമാൻ സ്വാമി. ശ്രീരാമചന്ദ്രനേക്കാളും പവർഫുള്ളാണ് ഹനുമാൻ സ്വാമി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം പല കാര്യങ്ങളും പല ദൗത്യങ്ങളും അത് പറയുമ്പോൾ ഒരു രോമാഞ്ചം വരും. ഹനുമാൻ സ്വാമിനെയാണ് ഇത് ചെയ്യണം. പക്ഷെ അപ്പോഴും ഹനുമാൻ സ്വാമിക്ക് അറിയാം ഞാനല്ല, എന്നിലൂടെ ശ്രീരാമചന്ദ്രനാണ് വർക്ക് ചെയ്യണമെന്ന് ഹനുമാൻ സ്വാമിക്ക് അറിയാം. അതായിരിക്കണം ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം. എന്നിലൂടെ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നു എന്നുള്ള ബോധം എപ്പോഴും വേണം. ആ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഞാനൊന്നും അല്ല എന്ന് ഹനുമാൻ സ്വാമിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് വേണ്ട കാര്യങ്ങൾ നടത്തിത്തരുന്നത് ഹനുമാന് നടത്തിത്തരാൻ കഴിയുന്നുള്ള ഉത്തമ വിശ്വാസം ശ്രീരാമചന്ദ്രനുമുണ്ട്. അതാണ് സീതയെ പിരിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ആ ഓരോ ചുവടുകൾ വെക്കുമ്പോഴും ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണന്റെയും കൂടെ ഹനുമാൻ സ്വാമി ഉണ്ടായിരുന്നു. അതിൽ കുറെ ഇതിൽ പോകുമ്പോഴത്തേക്കും ശ്രീരാമചന്ദ്രനെ തോളിലേറ്റിയിട്ട് ഹനുമാൻ സ്വാമി കൊണ്ടുപോകുന്നുണ്ട്. ശ്രീരാമചന്ദ്രന്റെ കാൽപാദങ്ങൾ ഹനുമാൻ സ്വാമിയുടെ കാൽപാദങ്ങളിലൂടെ നടന്നു പോയിട്ടുണ്ട്. അതാണ് ഹനുമാൻ സ്വാമിയുടെ ഭക്തന്റെ മഹത്വം. എപ്പോഴും ഭക്തൻ പൂർണ്ണ വിധേയത്തോടെ ശരണാഗതിയോടെ ഭഗവാനെ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ വർക്ക് ചെയ്യുന്ന ഭക്തനിലൂടെ ആയിരിക്കും. പല ആചാര്യന്മാരിലും ഗുരുക്കന്മാരിലും കിട്ടുന്ന ആ ചൈതന്യ രഹസ്യം ഇതാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പൊ അവരിലൂടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ശ്രീരാമനവമിയായിട്ട് ഈ ഒരു കാര്യം പറയാൻ പറ്റി. അതുകൊണ്ട് ദയവ് ചെയ്താലും കാർമിക്ക് വാങ്ങിച്ച് വയ്ക്കാണ്ടിരിക്കുക. മനസാ വാച കർമ്മണ കാർമിക്ക് വയ്ക്കാണ്ടിരിക്കുക. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വാങ്ങിച്ചു വയ്ക്കും. കാര്യം എന്തെങ്കിലുമൊക്കെ സപ്ലൈ എഴുതേണ്ടി വരും. മനുഷ്യ ശരീരമല്ല. എങ്കിലും ആരെയും ചതിച്ചോ വഞ്ചിച്ചോ കാർമിക്ക് വാങ്ങിച്ചു വയ്ക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അച്ഛനമ്മമാരെ, അതുപോലെ അമ്മായി അമ്മ അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാര് മാതൃപിതൃ തുല്യര് വിവാഹം കഴിച്ചു പോകണം അവിടത്തെ. അതൊക്കെ വളരെ ബാലൻസ് ചെയ്ത് ആ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ ബാലൻസ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ ആ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും കുടുംബാംഗങ്ങൾക്കേവർക്കും നമ്മുടെ എല്ലാവർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കേവർക്കും ദീർഘായുസ് പൂർണ്ണാരോഗ്യം സത്സന്താന സൗഭാഗ്യം ധനധാന്യ സമൃദ്ധി സർവകാര്യസിദ്ധി സർവൈശ്വര്യം സർവ മനോകാമനാഭീഷ്ടങ്ങൾ നടക്കുവാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉന്നത വിജയം അതോടൊപ്പം അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്യുവാനും അത് കഴിഞ്ഞ് ഓരോരുത്തരുടെയും കുലാചാരം സംസ്കാരം അനുസരിച്ചുള്ള ഒരു ജീവിത പങ്കാളിയെ അവർക്ക് ലഭിച്ച് നല്ലൊരു ഉത്തമ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അതുപോലെ എല്ലാവരുടെയും കുടുംബത്തിൽ ശാന്തി സമാധാനം സമൃദ്ധി ഉണ്ടാകുവാനും ഓരോരുത്തരുടെ ചെയ്യുന്ന വ്യാപാരം വ്യവസായം അല്ലെങ്കിൽ കൃഷി ഉദ്യോഗം ഇവയിൽ ഉത്തരോത്തരം വരുമാന വർധനവും ഉണ്ടാകാൻ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വീട്ടിലാകട്ടെ ജോലിസ്ഥലത്താകട്ടെ കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ കുട്ടികൾ പഠനാവസരത്തിൽ നിൽക്കുന്നിടത്താകട്ടെ അല്ലെങ്കിൽ ജോലി സംബന്ധമായ യാത്രയിലാകട്ടെ കുട്ടികളുടെ പഠന സംബന്ധമായ യാത്രയിലാകട്ടെ അല്ലെങ്കിൽ വ്യക്തിപരമായോ കുടുംബപരമായോ എല്ലാം ചെയ്യുന്ന വിനോദയാത്ര തീർത്ഥയാത്ര എല്ലാം ആകട്ടെ എല്ലാത്തിലും ഒരു സുരക്ഷിതത്വം പ്രൊട്ടക്ഷൻ ലഭിക്കാനും അതുപോലെ എല്ലാവരുടെയും കുലദേവത കുടുംബദേവത അതുപോലെ ഗ്രാമത്തിലെ ദേവത ഇഷ്ടദേവത ഓരോരുത്തരുടെയും പല ജന്മങ്ങളിലായുള്ള ഗുരു ആചാര്യ പരമ്പരകൾ അതുപോലെ പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിലും സദാ സർവത്ര നല്ല കാര്യങ്ങൾ മാത്രം നടക്കുവാനും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം വരുവാനും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ മാത്രം ഉണ്ടാകുവാനും മനസ്സ വാച കർമ്മണ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനും എൻ്റെ ഗുരുപരമ്പരകളോട് ഉപാസനാമൂർത്തികളോട് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.